മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ. കോവിഡ്-19 കാലത്ത് വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തി. നിർണായക സമയത്ത് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ചെയ്യാത്ത നിലയിൽ 100-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി. സഹായഹസ്തം നീട്ടി ദി വീക്കിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിന്റെ നിലപാട്. ശശി തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് ബിജെപി രംഗത്ത് വന്നു. വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ചേരുന്നു. സജിത്ത്, എന്തൊക്കെയാണ് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ സൂചിപ്പിച്ചതുപോലെ ഈ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്ന നിലപാട് തരൂർ തുടരുകയാണ്. ഇത് പലവട്ടമായി പാർട്ടി ബാൻ ചെയ്തിട്ടും ശശി തരൂർ ആ നിലപാട് തുടരുന്നു. ദ വീക്ക് എന്ന പ്രസിദ്ധീകരണത്തിൽ തരൂർ എഴുതിയ ലേഖനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വീണ്ടും അദ്ദേഹം പുകഴ്ത്തുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലത്തെ ഇന്ത്യ സ്വീകരിച്ച ഒരു നയം രാജ്യത്തിൻ്റെ പ്രശസ്തിയും ഒപ്പം തന്നെ കൂടുതൽ നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തുന്നതിനും അത് ഇടവെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് കോവിഡ് കാലത്ത് വാക്സിൻ നയം സ്വീകരിച്ചത് ഏറ്റവും ഉചിതമായിരുന്നു. പ്രത്യേകിച്ച് 100-ലധികം രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ കയറ്റുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം അത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ നേതൃനിരയിൽ നിന്നുള്ള ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. നിരവധി രാജ്യങ്ങൾക്ക് ഇന്ത്യ സഹായഹസ്തം നൽകുകയാണ് ചെയ്തത്. ഇതോടുകൂടി ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ ഒരു വിശ്വസ്ത സുഹൃത്തായി മാറി അത്തരമൊരു ഇമേജ് ഉണ്ടാക്കുന്നതിന് ഇടവെച്ചു എന്നുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒപ്പം ഈ നീക്കങ്ങളൊക്കെ ഇന്ത്യയെ നേതൃനിരയിലേക്ക് എത്തിക്കുന്നതിന് ഇടവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും ഈ നയങ്ങൾ ഏറ്റവും ഗുണം ചെയ്തു എന്നാണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് BJP ഈ നിലപാടിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം ശശി തരൂരിൻ്റെ പല നിലപാടുകളും വിവാദമായിട്ടുണ്ട്. അടുത്തിടെ നടത്തിയ പല പ്രസ്താവനകളും കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പുകഴ്ത്തുന്നതായിരുന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ വിദേശ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങളെ പുകഴ്ത്തി ശശി തരൂർ രംഗത്ത് വന്നത് വലിയ വിവാദമായിരുന്നു. അതിലൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനത്തിലൂടെ കോവിഡ് കാലത്തെ ഇന്ത്യയുടെ നയത്തെ പുകഴ്ത്തുന്നത്. ആ വിദേശ നയം, അന്ന് സ്വീകരിച്ച കോവിഡ് നയം ഇന്ത്യയുടെ വിശ്വസ്തത വളർത്തുകയും നിരവധി വിദേശ രാജ്യങ്ങളുമായി അവരുടെ വിശ്വസ്ത സുഹൃത്തായി മാറാൻ ഗുണം ചെയ്തു എന്നുകൂടിയാണ് ശശി തരൂർ പങ്കുവയ്ക്കുന്നത്.